എടപ്പാൾ സ്വദേശി ജംഷീദ് എന്ന BSc ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയെ കാണാതെ പോയതിനെപ്പറ്റി CBI അന്വേഷിക്കാൻ ഉത്തരവായി. പിതാവ് എടപ്പാൾ സ്വദേശി അബ്ദുൽ ലത്തീഫ് സമർപ്പിച്ച ഹർജിയിലാണ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് PP കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. സാധാരണഗതിയിൽ പെട്ടെന്ന് അങ്ങനെ ഒരു CBI കൊണ്ട് കേസ് അന്വേഷിക്കാൻ ഉത്തരവ് വരുന്നതല്ല. ഈ കേസിന്റെ സ്വഭാവം അങ്ങനെയാണ്. പിതാവ് കൊടുത്ത പരാതി ചങ്ങരംകുളം പോലീസാണ് ആദ്യം അന്വേഷിച്ചത്. BSc ഇലക്ട്രോണിക്സ് ബിരുദധാരിയായ ഷംസീദ് ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ പോയി 2022 നവംബറിൽ പോയതാണ്. 2023 മകൻ നേപ്പാളിൽ വന്നതായിട്ട് ഫോൺ ചെയ്തിരുന്നു. അതുവരെ ഇംഗ്ലണ്ടിൽ പോയ മകൻ ജോലിക്ക് ശ്രമിച്ചു. അങ്ങനെ ഉള്ള ഒരു വർഷം കടന്നുപോയി. വിളിച്ചുകൊണ്ടിരുന്നു. പിതാവിനെ അപ്പം വിളിച്ച് വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു. 2023 ഏപ്രിൽ ഒരു കോൾ വന്നു. താനിപ്പം നേപ്പാളിലാണ്, നേപ്പാൾ എയർപോർട്ടിലാണ്. എന്നെ ഇവിടെ ഒരു അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വലിയ പ്രശ്നമൊന്നും തന്നെ ഇല്ല. അത് ഉടൻ തന്നെ അത് ശരിയാവും. ഞാൻ ഉടനെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പം മകൻ ഇംഗ്ലണ്ടിൽ നിന്ന് നേപ്പാൾ വരെ വന്നിരിക്കുന്നു. അതിനുശേഷം മകൻ്റെ വിളിയൊന്നുമില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ മകൻ മിസ്സായി. അവര് എടപ്പാളിലെ അടുത്ത് അവരുടെ പോലീസ് സ്റ്റേഷൻ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനാണ്. അവിടെ പരാതി കൊടുത്തു. അവരൊക്കെ ഇനിഷ്യലായിട്ട് അന്വേഷിച്ചിട്ട് അവസാനം ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ചങ്ങരംകുളം പോലീസ് ഇതിനെപ്പറ്റി ചെറുക്കൻ്റെ തിരോധാനത്തെപ്പറ്റി അവർ അന്വേഷണം നടത്തി. അവർക്ക് അവരുടെ തുടർച്ചയായുള്ള അന്വേഷണത്തിൽ, വീട്ടുകാരുടെ അന്വേഷണത്തിലും നേപ്പാളിലെ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നും അവിടെ എയർപോർട്ടിൽ ഈ രീതിയിൽ മകനെ പിടിച്ചു വച്ചിട്ടില്ല എന്നും ഒക്കെ മനസ്സിലായി. എന്തോ ഒരു ദുരൂഹത അതിനകത്തുണ്ടായി. ചങ്ങരംകുളം പോലീസ് അത് ഫർദറായിട്ട് പ്രോബ് ചെയ്തിട്ടും പിന്നെ പ്രോഗ്രസ് ഉണ്ടായില്ല. പക്ഷേ ചങ്ങരംകുളം പോലീസ് ആ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ നേപ്പാളിലെ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ വ്യാജമാണ് എന്ന് മനസ്സിലായി. പക്ഷേ വീണ്ടും ഷംഷീറിനെ മാർച്ചിനെ ഹൈദരാബാദിലെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. പയ്യനെ കാണാതെ പോയി. പിന്നീട് നേപ്പാളിലാണ് എന്ന് പറഞ്ഞിട്ടും അതിൽ നിന്നൊക്കെ മാറി. നേപ്പാളിൽ വെച്ച് അവസാനമായി വാട്സാപ്പ് സന്ദേശം വീട്ടുകാർക്ക് അയച്ചിട്ടുണ്ട്. അവിടെ ഒരു അറസ്റ്റ് ഉണ്ട്. അതിനകത്ത് അറസ്റ്റിന് വലിയ കാര്യമൊന്നുമില്ല. അത് ഞാൻ അതിനകത്ത് നിന്ന് ഇപ്പം മോചിതനാവും, ഞാൻ ഉടനെ വീട്ടിലെത്തും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ വീട്ടിലും വന്നുമില്ല. അവിടെ എന്ത് സംഭവിച്ചതെന്ന് അറിയത്തില്ല. പോലീസിന്റെ ഇവരെ രഹസ്യമായ അന്വേഷണം നേപ്പാളിലെ എയർപോർട്ടിലൊക്കെ നടത്തിയപ്പം അങ്ങനൊരു സംഭവം, ഒരു അറസ്റ്റ് അവിടെ ഉണ്ടായിട്ടില്ല. അവിടുത്തെ പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നീട് ടവർ ലൊക്കേഷൻ വെയിറ്റ് ചെയ്ത് നോക്കി വന്നപ്പം അടുത്ത ഒരു ലൊക്കേഷൻ പോലീസ് കണ്ടെത്തി. അത് ഹൈദരാബാദിലായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ ആൾ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലായി. ഹൈദരാബാദിൽ നിന്ന് വീണ്ടും അവര് ലൊക്കേഷൻ വളരെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പം കൽക്കട്ട ഹൗറ ലൊക്കേഷൻ കിട്ടി. അപ്പോൾ ഹൗറയിൽ വന്നിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ പോയ വ്യക്തി നേപ്പാള്, പിന്നീട് ഹൈദരാബാദ്, പിന്നീട് ഇപ്പം ഹൗറ ലൊക്കേഷൻ ലഭിച്ചു. പിന്നീട് ഒരു വിവരവുമില്ല. പോലീസിന്, ചങ്ങരംകുളം പോലീസിന് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. മകനെ പറ്റി യാതൊരു വിവരമില്ല. മകനെ എവിടെ പോയാലും മാതാവിനെയും പിതാവിനെയും വിളിക്കും. അങ്ങനെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല. മകനെ ഉമ്മായും ബാപ്പായും എല്ലാം സ്നേഹിക്കുന്നതാണ്. അവൻ എപ്പോഴും ഇങ്ങോട്ടും അങ്ങനെ തന്നെ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടുകാർക്ക് അവനോടും പ്രശ്നമൊന്നുമില്ല. പിന്നെ എപ്പോഴും വിളിക്കുന്ന ആൾ തന്നെയാണ്. കൊച്ചു പയ്യനാണ്. BSc ഇലക്ട്രോണിക്സ് പാസ്സായിട്ടുണ്ട്. ഇംഗ്ലണ്ടിലേക്ക് ജോലിക്ക് പോയതാണ്. ആ ആള് പിന്നെ എങ്ങനെ നേപ്പാളിൽ വന്ന എന്നുള്ള കാര്യം ദുരൂഹതയാണ്. അവിടുന്ന് വീണ്ടും ഹൈദരാബാദിൽ വന്ന എങ്ങനെ, അവിടുന്ന് വീണ്ടും ഹൗറയിലെത്തിയത് എങ്ങനെ. അപ്പൊ കൽക്കട്ട വരെ വന്നിരിക്കുന്നു. വീണ്ടും പ്രോഗ്രസ് ഇല്ല. ഇത് മനസ്സിലാക്കിയാണ് ജസ്റ്റിസ് PP കുഞ്ഞികൃഷ്ണൻ അത് ലോക്കൽ പോലീസിനെ അന്വേഷിക്കാൻ കേരളത്തിലുള്ളവർക്ക് ഇനി കഴിയില്ല, ഒരു CBI അന്വേഷണമാണ് ആവശ്യം. അതുകൊണ്ട് അദ്ദേഹം ഉത്തരവിട്ടു, ഈ കേസിന്റെ അന്വേഷണം CBI അന്വേഷണം നടത്തണം.
കാരണം ഇത് എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. ആരെങ്കിലും പയ്യനെ വശീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണോ, അല്ല സ്വർണ്ണക്കടത്ത് കേസിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുവന്നതാണോ, ഏതായാലും അങ്ങനെ വന്ന് നേപ്പാൾ എയർപോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അവിടുന്ന് പൈസ കൊടുത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് ഹൈദരാബാദിൽ എത്തിയിരിക്കുന്നു. ആരാണ് പയ്യനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇയാളുടെ കൂടെ ആരാണോ ഉള്ളത്? ഇയാൾ എന്തുദ്ദേശത്തിലാണ് ഈ രീതിയിൽ വന്നത്? ഇംഗ്ലണ്ടിൽ പോയി ഏതെങ്കിലും ചതിയിൽപ്പെട്ടോ, അങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിലേക്ക് ചാടിയോ, ഒന്നും അറിവില്ല. മകനെ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു. 2024 ശേഷം മകൻ്റെ വിളിയില്ല, മകൻ എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയുന്നില്ല, കോണ്ടാക്റ്റും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ലോക്കൽ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ജസ്റ്റിസിന് അറിയാം. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെയുള്ള 2 ലൊക്കേഷൻ കണ്ടെത്തിയത് കൊണ്ട് ഇതൊരു CBI അന്വേഷണത്തിന് ഫിറ്റായ കേസാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവായി.